ബോക്സിംഗ് റിങ്ങിനുള്ളിലെ ഒറ്റ പഞ്ച് നഷ്ടപ്പെട്ടതോ രണ്ടുപേരുടെ ജീവിതം. അതെ, പറഞ്ഞു വരുന്നത് റിച്ചാർഡ് കോളോൺ വേഴ്സസ് ടെറർ വില്യംസ് കോൺട്രവേഴ്സി മാച്ചിനെ പറ്റിയാണ്. വർഷം 2015 ഒക്ടോബർ 17. അൺഡിഫീറ്റഡ് ചാമ്പ്യനായിരുന്ന കോളനും മറുവശത്ത് തോൽവി കണ്ടിട്ടില്ലാത്ത ടെറൽ വില്യംസ് തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന്റെ ചുവടുകൾ അരങ്ങേറുകയാണ്. ഈ മത്സരം അരങ്ങേറുമ്പോൾ കോളന് 23 വയസ്സും വില്യംസിന് 31 വയസ്സുമാണ് പ്രായം. അന്ന് വിർജീനിയയിലെ ഫെയർഫോക്സ് നഗരത്തിലെ ഈഗിൾ ബാങ്ക് അരീനയിൽ വെച്ച് നടന്ന നാടകീയ രംഗങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ആദ്യ റൗണ്ടിന്റെ ബെൽ മുഴങ്ങി. യുവത്വത്തിന്റെ വീര്യവും വാശിയും ആദ്യത്തെ റൗണ്ട് കൊളോൺ തുടക്കമിട്ടെങ്കിലും വില്യംസിന്റെ പ്രതിരോധം ശക്തമായിരുന്നു. വില്യംസിന്റെ റാബിറ്റ് പഞ്ച് അഥവാ ഇല്ലീഗൽ പഞ്ച് കോളനിലെ തലയുടെ പിറകിൽ തുടർച്ചയായി പതിച്ചിരുന്നു. അതിന്റെ ആഘാതം കോളോണിലെ വലിയ രീതിയിൽ മത്സരത്തിൽ ബാധിക്കുകയും ചെയ്തു. ഓരോ റൗണ്ട് കഴിയുമ്പോഴും വില്യംസ് ലീഡ് നിലനിർത്തിയിരുന്നു. പക്ഷേ കൊളോൺ അസ്വസ്ഥതയും തലകറക്കവും പ്രകടിപ്പിച്ചിരുന്നു. മത്സരം അവസാനിച്ചു എന്ന് കരുതിയ കൊളോൺ 9ാമത്തെ റൗണ്ടിൽ വെച്ച് ഗ്ലൗസ് അഴിക്കേണ്ടി വന്നിരുന്നു. ആ കാരണത്താൽ ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ട് വില്യംസിനെ വിജയിതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിലെത്തിയ കൊളോൺ ഛർദ്ദിക്കുകയും തലകറങ്ങി വീഴുകയും ചെയ്തിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ബ്രെയിൻ ഡാമേജ് കൊളോനെ നോക്കൌട്ട് ചെയ്തിരുന്നു. നീണ്ട 221 ദിവസത്തെ കോമ സ്റ്റേജിൽ നിന്നും വിമുക്തനാവാൻ അപ്പോഴും കൊളോൺ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. താൻ കോമ സ്റ്റേജിൽ നിന്ന് പുറത്തു വന്നുവെങ്കിലും തന്റെ പൂർണ്ണത വീണ്ടെടുക്കുവാൻ കൊളോന് സാധിച്ചിരുന്നില്ല. അങ്ങനെ തന്റെ നീണ്ട 11 വർഷക്കാലത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവസാനം 2026 ഓഗസ്റ്റ് 13 താൻ മരണത്തോട് കീഴടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇതേസമയം കൊളോൺ തന്റെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്ന് മറ്റാരേക്കാളും ആഗ്രഹിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും വില്യംസ് ആയിരിക്കും. മത്സരത്തിൽ സംഭവിച്ച കൈപ്പിഴവ് മൂലം തന്റെ ജീവിതം മുഴുവൻ അതിന്റെ ട്രോമയും കുറ്റബോധവും ഒരുപക്ഷെ വില്യംസിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കാം. റെസ്റ്റ് ഇൻ പീസ് മിസ്റ്റർ റിച്ചാർഡ് കൊളോൺ. ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.